ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഈ ഒരു റീല് നിങ്ങൾ കണ്ടു കാണും. എന്താണെങ്കിലും ഈ റീൽ ഇങ്ങനെ കണ്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും ഈ ഒരു പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുള്ള റീലെങ്കിലും നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാട്ടിലുള്ള റീൽസ് ഭയങ്കര വൈറലാണ്. ആൻഡ് ചില റീലൊക്കെ ചെയ്തിടുന്നതിന്റെ കമന്റ് ബോക്സിനകത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ വല്ല കാര്യമുണ്ടോ, ഉസ്താദുമാരെ നിങ്ങളെല്ലാവരും കൂടി കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ കമന്റ്സും സാധനങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് കണ്ടു. എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിൽ ഇത് ഭയങ്കര വൈറലായിട്ട് റുസ്തമോൾ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് റീൽസും കാര്യമായിട്ട്. പക്ഷെ കമ്മിങ് ടു ഫേസ്ബുക്ക് വേൾഡിനകത്ത് മക്കളെ ഉസ്താദുമാർ, ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പല ഉസ്താദുമാരും ഉണ്ട്. ഇവർ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനെ എടുത്ത് വെച്ച് അറഞ്ചം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഉസ്താദിന്റെ വേഷമിട്ട് വെള്ളത്തലയ്ക്കെട്ടും വെള്ളയും ഇട്ട് വന്നിട്ട് പറയാൻ പറ്റുന്ന വർത്താനമാണോടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പാടാൻ പറ്റിയതാണോടാ നിങ്ങളൊക്കെ പാടിയത് എന്ന് ചോദിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബുർദ മജ്ലിസ് എന്ന് പറഞ്ഞുള്ള ഒരു രീതിയാണ് ഈ ഒരു പാട്ട് രീതി. ഇത് മജ്ലിസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന പരിപാടി. പിന്നെ ലേറ്റർ ഓൺ അതിങ്ങനെ അറിയാലോ, അത്യാവശ്യം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിക്കകത്ത് സിനിമാ പാട്ടോ ഡിജോ പരിപാടികളോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേണം. എന്തായാലും ആളുകൾ വന്നു പോകണ വഴിക്ക് കുറച്ച് പാട്ടും എന്റർടൈൻമെന്റും ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഒരു ബുർദ ഇതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെയാണ് ബുർദ കയറി വരുന്നത്. പക്ഷെ കയറി വന്ന ബുർദയുടെ ഈണവും വരികളും ചിട്ടപ്പെടുത്തിയ രീതിയൊക്കെ മാറിയിട്ട് ബുർദ മറ്റേ സിനിമാ പാട്ടുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത രീതിയിലേക്ക്, ആ ട്യൂണിലേക്കും ഓൾമോസ്റ്റ് സിമിലർ ടു എ സിനിമ സോങ് ആയിട്ട് ബുർദ മാറുന്നു. ആൻഡ് ബുർദയിലെ വരികളും ഇപ്പം ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാലത്തിനനുസരിച്ച് ബുർദയിലെ വരികളും മാറുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ മതമില്ല, രാഷ്ട്രീയമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഞാനിത് കേൾക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സംഗതി. അതായത് ഈ ബുർദ പാട്ട് അവർ ഇരുന്നിട്ട് ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് പാടുന്നത് അവരുടെ ഫ്രണ്ടിൻ്റെ തന്നെ കല്യാണത്തിനാണ്. സമദ് സക്കാഫി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ പാട്ട് പാടിയവരുടെ ഫ്രണ്ടാണ്. ആൻഡ് ഈ സമദ് സക്കാഫിയും ബുർദ ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് അവർ വന്നിരുന്ന് പാടി. ആ പാട്ടിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റുസ്തമോൾ അതൊരു ഹുക്കാണ്. ഈ നമ്മൾ കണ്ടിട്ടില്ല, ഈ റുസ്തമോൾ ചില പാട്ടിൽ ചില ഡാൻസ് സ്റ്റെപ്പോ ചില പാട്ടിൽ ചില പോർഷനോ ഭയങ്കര ഹുക്കാവും. ഈ ഹുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിലാവും ഭയങ്കര ആ ലൂപ്പിൽ പെടും. അങ്ങനെയാണ് ഈ റുസ്തമോൾ എന്ന് പറഞ്ഞാൽ ലൂപ്പിൽ എല്ലാവരും പെട്ടതാണ്. അല്ലാതെ ആ ഒരു പെൺകുട്ടീൻ്റെ പേര് എടുത്ത് വെച്ചിട്ട് ആ പെൺകുട്ടീനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ചെയ്ത പരിപാടിയൊന്നുമല്ല. ഇനി ഈ സമദ് സക്കാഫി ആണെന്നുണ്ടെങ്കിലും അയാളുടെ കല്യാണത്തിൽ അയാളൊരു ബുർദ സോങ്ങും കാര്യങ്ങളൊക്കെ പാടുന്ന ഒരാളാണ്. ഇന്നാ വരട്ടെ നമ്മളെ എക്കന്മാർ 10 പാട് കാട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൊടന്നിരുത്തി. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഈ മതം വെച്ചുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനിയിപ്പം മതം വെച്ച് ഇവരെ ഓഡിറ്റ് ചെയ്യുന്നവരെയും സാധാരണ രീതിയിൽ ഞാൻ അടച്ചാക്ഷേപിക്കാറും കുറ്റപ്പെടുത്താറുമാണ്. പക്ഷെ ഇവിടെ അത് കംപ്ലീറ്റ്ലി പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിലെ ഒരു ഇൻസ്റ്റൻറ്റ് വൈറൽ റീൽ സോങ് ആണെങ്കിൽ കമ്മിങ് ടു ഫേസ്ബുക്ക് ഇത് അതിഭീകരമായിട്ടുള്ള ഓഡിറ്റിങ് നടക്കുന്ന മതപണ്ഡിതന്മാർ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് യൂട്യൂബിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഉസ്താദുമാർക്കും ഇതൊരു ഹോട്ട് കോണ്ടന്റ് ആണ്. അവർ തന്നെയാണ് ഇത് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് അലക്കി വിടുന്നത്. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ പാട്ട് കേട്ടല്ലോ, ഈ പാട്ടിനകത്ത് നിങ്ങൾക്ക് വരികളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിയോ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് കേട്ട സമയത്ത് റുസ്തമോളെ ഹുക്കായുള്ളൂ, ഹിറ്റായുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഈ സമദ് സക്കാഫി, ഓക്കെ, അതായത് കല്യാണ ചെക്കൻ, കാണാത്ത കാഴ്ചകൾ സമദ് കാണിക്കും, ഈ സാധനം ഇതിൻ്റെ മുകളിലാണ് പലരും കയറി പിടിച്ചത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേട്ട ഒരു ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റുസ്തമോൾ എന്ന് പറഞ്ഞുള്ള പെൺകുട്ടീൻ്റെ പേര് റുസ്ത അങ്ങനെ എന്തോ ആണ്. സമദ് സക്കാഫി എന്നാണ് ചെക്കൻ്റെ പേര്.
അപ്പോൾ കേൾക്കാത്ത കിസ്സയൊക്കെ കേൾപ്പിക്കും, കാണാത്ത കാഴ്ചകൾ കാണിക്കും എന്ന് പറയുമ്പോൾ ഒരു പുതിയതായിട്ടൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിക്ക് വേറെ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളും ന്യൂ ആസ്പെക്ട്സ് തലങ്ങൾ അങ്ങനെ വേറൊരു വേൾഡ് തന്നെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ തോന്നിയത്. നമുക്കതിലും കൂടുതലൊന്നും വേറെ ഒന്നും മൈൻഡിൽ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ അവർക്ക് പരസ്പരം ഒരുപാട് കിസ്സകൾ പറയാനുണ്ടാവും. ഞാൻ ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റിൻ്റെ തലയിൽ ഓടിയത്. പക്ഷെ ഇവിടുത്തെ പല യൂട്യൂബ് ഹാജിമാരുടെയും ഇവിടുത്തെ പല ഈ പറഞ്ഞ തലയെക്കെട്ടുള്ള ടീംസിൻ്റെയും ഇവരുടെ മെൻറ്റാലിറ്റി വെച്ച് നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവർ ഈ കാണാത്ത കാഴ്ച സമത് കാണിക്കുന്നുള്ളതിൽ ഇവരങ്ങോട്ട് കയറി പിടിച്ചു. ഇവരെ പ്രശ്നം ഈ ബുർദ മജ്ലിസിൽ ഇതുപോലെ ഇവർ എൻജോയ് ചെയ്ത് ഇതിൻ്റെ ഈണവും താളമൊക്കെ മാറ്റി കുറച്ചിങ്ങനെ ഒരു സിനിമാറ്റിക് മൂഡിൽ കൊണ്ടുപോയിട്ട് ബുർദ മുന്നോട്ട് പോകുന്നതാണോ ഇവരുടെ പ്രശ്നം, അതോ ഈ ഒരു വരിയാണോ ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് കാര്യം ഇവർ പറയണം. ബുർദ ഇങ്ങനെയല്ല, ബുർദ കൺവെൻഷനലി ഇങ്ങനെയല്ല പോകേണ്ടത്. ബുർദ ഇനി നടക്കുമ്പോൾ ഈ സിനിമ സാധനങ്ങളിൽ ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ കാണരുത്. അതൊരു ബുർദ എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, ഇവർ ഭയങ്കര ഒരു പ്യൂരിറ്റിയോട് കൂടി കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഈ സിനിമ സാധനം കുത്തിക്കയറ്റണം, അതിൽ കുത്തിക്കയറ്റരുത് എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇതിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്ത് അയിമ കയറി പിടിച്ചു, ആ ഒരു വരിയുമ കയറി പിടിച്ച്. ഇനി പലരും പറയുന്നത് കേട്ടോട്ടാ, അവിടുന്നാണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന് കയറുട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണ മാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കയറിയാണ്ട് മേഞ്ഞു. അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഷ്ദമോളൊക്കെ ഉണ്ടാവും. റുഷ്ദമോള് ചിന്താമ എന്നുള്ളടത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പിള അന്നത്തെ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ പറഞ്ഞിരിക്കണം. എന്ത് തോന്നിയാസാണ് ഇതൊക്കെ. തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ളവരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടുക. ഒരാൾക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നു. ഒരുത്തൻ അങ്ങനെ കഥ ഇല്ലാതെ പാടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോരണ്ടേ? യൂത്ത് നബി ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യമുണ്ട്, അലൈസ ഫീക്കും റജുലുൻ റഷീദ്, പക്വതുള്ള ഒരു എണ്ണം കൂട്ടത്തിലില്ലേ? കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ഉസ്താദെ ഇത് സമത് രാത്രി ഇന്ന സാധനം കാണിച്ചു കൊടുക്കും പോകുന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നി? അതിൽ തോന്നി കാണൂല. ഒരു ഫ്രണ്ട്സാണ്, ഒരു തോന്നിയിട്ടുണ്ട്. എന്താ അതൊരു ഈണത്തിലും ചിട്ടത്തിലും പാടുമ്പോൾ സമത് കാണാത്ത ലോകം ആ പെൺകുട്ടിയെ കാണിക്കുന്നുള്ള രീതിയിലായിരിക്കും ആ ചെക്കൻ പാടിയത് ഒപ്പുള്ളവർ എടുത്തതും. മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾ മറ്റേ സ്വർഗത്തിനെ കുറിച്ചൊക്കെ വിവരിക്കുന്ന സമയത്ത് തേനിൻ്റെയും പാലിൻ്റെയും പുഴ ഇളകും, ഹൂറിമാറുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ പുറത്തിരുന്ന് കളിയാക്കലില്ലേ? ഇവിടെ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു പുഴയും വേണ്ട, ഒരു സാധനവും വേണ്ട. ഹറാം ഹറാം ഹറാം. സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ പടച്ച ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഹറാമല്ല ഹലാല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിയാക്കലില്ലേ? നാട്ടുകാരപ്പം അങ്ങനെ ചിന്തിക്കലില്ലേ നിങ്ങൾ പറയുമ്പോൾ? ഇതിപ്പോൾ നിങ്ങൾ നേരെ ഉൾട്ട ചിന്തിച്ച് പരിപാടിപ്പോൾ. നിങ്ങളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറയുന്നവരുടെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബുർദ എന്ന് പറഞ്ഞ പരിപാടി, ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഒരു കൺവെൻഷണൽ രീതിയിൽ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആളുകളാണ്. അതായത് അതിൻ്റേതായിട്ടുള്ള ഒരു സീക്രട്ട് സാധനം അതിനകത്തുണ്ട്, ഒരു പ്യുവർ സാധനം അതിനകത്തുണ്ട്, മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത് അങ്ങനെ തന്നെ പോട്ടെ, അതിലേക്ക് എന്തിനാണ് ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ലേശം പാടായിരിക്കും. അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ പയ്യന്മാരെ ഈ പറഞ്ഞ ഉസ്താദ്മാരെ, ഈ ബുർദ പാട്ട് പാടിയ റുസ്തമോള് പാടിയവരെ വിമർശിക്കുന്നു. പക്ഷെ അവർ ഇൻഡയറക്ട്ലി പറയുന്നത് ഇങ്ങനത്തെ പേക്കൂത്തുകൾ എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അവർക്ക് കൺവെൻഷണൽ സാധനം മതി, അതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു വശം. ഇനി അൻസാരി സുഹൈർ ആലപ്പുഴ, അൻസാരി ഉസ്താദ് മൂപ്പര് ഒട്ടുമിക്ക എല്ലാ കാര്യത്തിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ടോപ്പിക്കിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, തലക്കെട്ടിൻ്റെ പിന്നിലെ വേഷം കെട്ടുകാരറിയാൻ ഈ വേഷം പ്രബോധകൻ്റേതാണ്, ഉപജീവനമാക്കരുത്, ദീനിൻ്റെ അടയാളങ്ങളെ പരിഹാസ്യമാക്കുന്നവരറിയാൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈ വിഷയത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യട്ടെ. മൂപ്പര് അത്യാവശ്യം എല്ലാത്തിലും കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. മൂപ്പര് ഈ വിഷയത്തിലെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് മൂപ്പരും ഈ ഒരു പെർട്ടിക്കുലർ ബുർദ സോങ് ഇക്വേറ്റ് ചെയ്യുന്നത് കാണാത്ത കാഴ്ച സമ്മത് കാണിക്കും. ഈ സാധനത്തിന് മുകളിൽ മൂപ്പര് പിടിച്ചിട്ടുണ്ട്. ബുർദയുടെ ഈ ഒരു ചേഞ്ചിനെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്. പക്ഷെ മൂപ്പര് പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്. എന്താ അറിയോ, ഈ വേഷം ഒരു ഉസ്താദിന്, ഒരു മതപണ്ഡിതന് നാട്ടുകാർ കൊടുക്കുന്ന റെസ്പെക്റ്റ്, ആ വേഷത്തിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ മുതലെടുക്കാൻ നടക്കുന്ന കുറേ ആൾക്കാർ മൂപ്പര് കുത്തുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു.
ഇത് മുതലെടുപ്പാക്കി നടക്കുന്ന കുറേ മതപണ്ഡിതന്മാരുണ്ട്. അവരെ ഒന്ന് കൊട്ടി, അത് ഞാൻ യോജിക്കുന്നു 100%. പക്ഷെ അതല്ലാതെ മൂപ്പര് വീണ്ടും ഈ ബുറുദയുടെ കേസിൽ ഇവരിലേക്ക് വരുന്ന സമയത്ത് പറ്റിപ്പോയി. കാരണം അവർ പാടി. പിന്നെ മൂപ്പര് പറഞ്ഞ 1-2 പോയിന്റ്സും ഞാൻ സമ്മതിക്കുന്നു. അതായത് ഇത് പുറം ലോകത്ത് കാണിക്കുക, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെച്ചാൽ പോരെ. പുറം ലോകത്ത് വരുമ്പോൾ ഓഡിറ്റിംഗ് നടക്കും, ഡെഫിനറ്റ്ലി ഓഡിറ്റിംഗ് നടക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, വേറെ ഒരാൾക്ക് വേറെ അഭിപ്രായം പറയാം. അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിൽ പറയാം. ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്താൽ മതി. എന്താണെങ്കിലും മൂപ്പര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ്. ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ, ഈ ഷാള്, ഇത് പറക്കാത്തിൽ 250 രൂപ എത്ര വില വരും. പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ്. നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർ ഒന്ന് എണീറ്റ് പുസ്തകം ഇരുന്നോളാൻ പറയും. ഒരു കല്യാണ സദസ്സിലേക്ക് നിന്നാൽ, ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനവും അവർണ്ണനീയമാണ്. നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ, അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കെ തന്നെ ഈ വേഷങ്ങളൊന്നും, ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്കേ നമ്മുടെ ആദരവുണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രമൊക്കെ. അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ആ ബഹുമാനം ആദരവും ഒക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ്. അതിനൊക്കെ കളങ്കം വരുത്തും. ഓരോ ദിവസം കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഞാനും നിങ്ങളൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന, സമൂഹത്തിന്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൂത്തുകളും. ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ എടുത്ത് തോട്ടിലേക്ക് എറിയും. ആളുകൾക്ക് മടുക്കും. ഇപ്പൊ തന്നെ ഈ കമന്റ് ബോക്സിൽ ആളുകൾ, മതപണ്ഡിതന്മാർ തന്നെ നിറഞ്ഞാടുന്നത് എന്തുകൊണ്ടാണ്? അവർ തന്നെ വിരക്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. ആരായിക്കോട്ടെ, ഒരു മുസ്ലിമാണ്, അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല. നമ്മൾ അച്ചടക്കമുള്ള ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ. എവിടെയും അദബ് എന്നുള്ളത് വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മതമാണിത്. ഡിഗ്നിറ്റി, മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും അത് അവന്റെ എല്ലാ മേഖലകളിലും പ്രകടമാകണം. അതിനപ്പുറത്തേക്ക് ഈ കോപ്രായങ്ങൾ മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിന്റെ അടയാളമാണ് മതപണ്ഡിതന്മാർ തന്നെ എന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞാടുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരോട്, നമ്മളൊരു പാട്ടുകാർക്കും എതിരല്ല, ഒരു ബുറുദക്കാർക്കും നമ്മൾ എതിരല്ല. പക്ഷേ നിങ്ങൾ ഈ കല്യാണ വീട്ടിൽ കാണിക്കുന്ന ഈ മാതിരി കോപ്രായം, അത് പൊതുസമൂഹത്തിനിടയിൽ മതപണ്ഡിതന്മാരെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പലരും ഇത് ആഘോഷിക്കുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പരസ്യമായിട്ട് പറയുന്നത്? നിങ്ങൾക്ക് പരസ്യമായിട്ടിടാങ്കിൽ ഇത് പരസ്യമായിട്ട് പ്രതികരിക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, മൂക്ക് എത്താൻ കഴിയുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് മൂക്കിൽ എത്തിക്കോളി എന്ന് പറഞ്ഞു. മൂപ്പര് ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ആകെ മൂപ്പരിൽ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പ് തോന്നിയത്, മൂപ്പരും ഈ പറഞ്ഞ കാണാത്ത കാഴ്ച സമ്മതി കാണിക്കുന്നുള്ളതിനെ ഇക്വേറ്റ് ചെയ്തതാണ്. ഓക്കെ, അത് ചെയ്യേണ്ടിയിരുന്നില്ല. മൂപ്പര് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്കയാണ്. മതപണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ്, പ്രിവിലേജ്, ഡിഗ്നിറ്റി ഇത് വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇത് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് നിൽക്കരുത് എന്നുള്ള മൂപ്പരുടെ സംസാരം വെരി ക്ലിയർ ആണ്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആളുകളുടെ കേസിലേക്ക് വരുമ്പോൾ അതും മൂപ്പര് പറഞ്ഞത് ശരിയാണ്. പുറത്തേക്ക് നിങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്തോ, നിങ്ങളിത് പുറത്തേക്ക് ഓഡിറ്റ് ചെയ്യാൻ വിടുമ്പോൾ ഇത് സംസാരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ റുസ്തമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ട് പാടിയ ഈ ഉസ്താദുമാരെ ശരിക്കും കരുവാക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ ആളുകൾ, വേറെ കുറേ, ഇപ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, ഈ അൻസാരി ഉസ്താദല്ല, അങ്ങേര് കാര്യം മാത്രം പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ പോലെയല്ല വിമർശനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിമർശിക്കുന്ന പോലെ വിമർശിക്കണം. പക്ഷെ അങ്ങനെയല്ല. ചിലർ വീണ്ടും ടാർപ്പായും ബൈക്കും സാധനവും കാണുമ്പോൾ ഇതേ വെള്ളം ഇട്ടിട്ട് ഈ പറഞ്ഞ പയ്യന്മാരെ അങ്ങോട്ട് വലിച്ചു കീറുകയാണ്. ആ സമദ് സക്കാഫീനെയും വലിച്ചു കീറുകയാണ്. അവർക്ക് അവരുടെ അന്നത്തെ സ്റ്റേജിലെ അന്നത്തെ സംസാരം, അന്നത്തെ തീപ്പൊരി പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ റുസ്തമോൾ വേണം. അതിന് വേണ്ടി അതിനങ്ങോട്ട് കൊളത്തി വിടുവരും. അതാണ് സത്യം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് റീൽസിൻ്റെ യൂണിവേഴ്സിൽ ഇത് ഭയങ്കര ഹിറ്റാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും റീലൊക്കെ ഇട്ട് റുസ്തമോൾ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുകയാണ്. ഇനി വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സീൻ റിലേറ്റഡ് ആയിട്ട്,
റുസ്തമോളുടെ അമ്മോഷനോട് ഞാൻ സംസാരിച്ചു, അഥവാ സമദ് സക്കാഫിയുടെ ഉപ്പ. വളരെ പാവപ്പെട്ട ദീനിയായ കുടുംബമാണ്. ആ ഉപ്പ കണ്ണീർ തുളുമ്പി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ മോൾക്ക് മാനസിക വിഷമം വന്ന് വല്ല കടുങ്കൈ ചെയ്താൽ ഈ വീഡിയോ ഇട്ടവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന്. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ബുർദ സോങ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് പുറത്തിട്ട വ്യക്തികളെ നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. നിങ്ങളുടെ ആ കുട്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കട്ടെ, ഇനി ചെയ്യുകയാണെങ്കിൽ തടയുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനൊരു വഴി ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം പബ്ലിക്കാണ്, പബ്ലിക്കിൽ ആർക്ക് വേണേൽ ഒപ്പീനിയൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിന്നാണ് വീഡിയോ പുറത്ത് വന്നത്. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അതിന് നാട്ടുകാർ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ 10 ആൾ വീഡിയോ ഇട്ടു എന്നുള്ള വർത്താനം അത് മോശമാണ്. പിന്നെ സൈബർ ആക്രമണം അതിൽ കടക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആ ഉപ്പയോ മകനോ സത്യത്തിൽ ആ പാട്ട് നേരിട്ട് കേൾക്കാൻ പോലും ചെയ്തിട്ടില്ല. അത്യധികം തിരക്കിലായിരുന്ന കാതടപ്പിക്കുന്ന ശബ്ദവും വീഡിയോ കണ്ടപ്പോഴാണ് അവരും ഈ സംഭവം അറിയുന്നത്. ബുർദ ഉസ്താദുമാർ പാടിക്കോളും ഒന്ന് ചെറുതായി അതുകൊണ്ട് കേട്ടോ. അതിൽ ഇവർ ഇങ്ങനെ പാടുമെന്ന് അദ്ദേഹത്തിനോ മകനോ അറിയില്ലായിരുന്നു. ഇനിയും ആ മക്കളുടെ പേര് സോഷ്യൽ മീഡിയയിൽ വലിച്ചിരിക്കുന്നു. മകളുടെ പേര് വരുന്നതാണോ വിഷയം? മകളുടെയും മകൻ്റെയും പേരൊക്കെ വരുന്നുണ്ട്. ആളുടെ പേര് വന്നാലും പെണ്ണിൻ്റെ പേര് വന്നാലും വലിയ സീനുള്ള കേസൊന്നുമല്ല. മനസ്സിലായി? ഇതിപ്പോൾ ഒരു റുഷ്ദമോൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം ഈ ലോകത്ത് കാണുമോ? റുഷ്ദ എന്ന പേരിൽ എത്ര പേര് കാണും? അത് ശരി, ഇപ്പം അതാണോ പ്രശ്നം? ആ കുട്ടിക്കൊരു അഭിമാനമുണ്ട്, ആ പുതിയാപ്പിളയ്ക്ക് ആ കുടുംബത്തിനും ഉണ്ട്. അത് വലിച്ചു കീറരുത്. പാടിയവർ തെറ്റാണ് ചെയ്തത്, അവർ തിരുത്തുക, തിരുത്തിപ്പിക്കേണ്ടവർ തിരുത്തിപ്പിക്കുക. ഇനിയും ആ പാവപ്പെട്ട ഉപ്പയെ കരയിപ്പിച്ചാൽ നാം ചെയ്യുന്നത് വലിയ പാതകമാണെന്ന് തിരിച്ചറിയണം. ഇവിടെ അവരെ കരയിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാനോ ചെയ്യുന്നവരുണ്ട്, മനസ്സിലായോ? ഇവരെ കരുവാക്കി വെച്ചുകൊണ്ട് ഇപ്പം നടക്കുന്ന കല്യാണങ്ങളിലെ ആർഭാടത്തിനെ കുറിച്ചിട്ടും ഇപ്പം നടക്കുന്ന മുസ്ലിം കല്യാണങ്ങളിലെ അനാവശ്യ ചെലവുകളെയും കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നവർ ഇതെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? അനാവശ്യ വിവാദം കത്തിക്കാറുണ്ട്. പക്ഷേ ഒരു ആർട്ട് ഫോം അതതിൻ്റെ കോറിൽ നിൽക്കണം. കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നൊരു മെജോറിറ്റി ഉണ്ട്. പക്ഷെ ഇതെല്ലാം നല്ല ഫണ്ണായിട്ട് എടുക്കുന്ന വലിയൊരു കൂട്ടം പുതിയ ജനറേഷൻ ഇവിടെ ഉണ്ട്. ആ ജനറേഷൻ്റെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, മതപണ്ഡിതനായാലും അയാൾ പുതിയ ജനറേഷൻ്റെ ഭാഗമാണ്. ഈ പാടുന്ന മതപണ്ഡിതന്മാർ പുതിയ ജനറേഷൻ്റെ ഭാഗമാണ്. അപ്പം കാലം അനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരണം. മതങ്ങളിലും മത നിയമങ്ങളിലും ഒക്കെ മാറ്റം വരണം. എന്നാലല്ലേ പോകുന്ന കാലത്തിൻ്റെ ഒപ്പം എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. മാറുന്ന മത നിയമങ്ങളും അല്ലെങ്കിൽ മാറ്റേണ്ടതായിട്ടുള്ള നിയമങ്ങളും മാറ്റിയാലേ മതത്തിനടക്കം കാലം പുരോഗമിക്കുമ്പോൾ പിടിച്ചു വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ ട്രെൻഡിനൊപ്പം പോകാൻ ഇപ്പോൾ പള്ളിപ്പാട്ട് മറ്റേ കുറേ എണ്ണം ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമാ പാട്ടായിട്ട് കണ്ടു. എന്തിന് ഭൂതനാഥ സദാനന്ദ മറ്റേ നമ്മളെ കെട്ട് നിറച്ച് പോകുന്നതിൻ്റെ മുന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ അമ്പലത്തിലൊക്കെ നടക്കുന്ന പരിപാടി, അഖണ്ഡനാമം. ഭൂതനാഥ സദാനന്ദ ഞാൻ ഒരു ദിവസം നോക്കുമ്പോണ്ട് ഏതൊരു അമ്പലത്തിൽ തന്നെ തോന്നുന്നു, ചെറിയൊരു അമ്പലമാണ്. അവിടെ ആ ട്യൂണ് ഭൂതനാഥ സദാനന്ദ അതിനൊക്കെ പോയിട്ട് വേറെ ഏതൊരു പാട്ടിൻ്റെ ട്യൂൺ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഇതാ മറ്റേ പാട്ടല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ്. ആളുകളെ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ പറയുക, കാലം മാറുമ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടില്ലേ? എത്രയോ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ മതത്തിൻ്റെ കേസിൽ. അതങ്ങനെയാണ്. ഇപ്പോൾ പാട്ട് ഇഷ്ടപ്പെടാത്ത, ഡാൻസ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ബുർദ വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ബുർദ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലും ചില മാറ്റങ്ങൾ വരുത്തി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ബുർദയാണെങ്കിലും കൊണ്ടുവന്ന് വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല, ചുമ്മാ ഒരു കല്യാണം നടത്തി വിട്ടാൽ പോരെ. സോ ഗൈസ്, ദിസ് ഈസ് എൻ അൺവാണ്ടഡ് എന്താണ് ചുമ്മാ ഉള്ള ഒരു കോൺട്രവേഴ്സി പോലത്തെ ഒരു സാധനമാണ്. ഇവിടുത്തെ കുറേ വെള്ളിയിട്ട ഉസ്താദുമാർക്ക്, തലയെക്കെട്ടുള്ള ഉസ്താദുമാർക്ക് അവർക്ക് അവരുടെ വേദികളിൽ ചർച്ച ചെയ്ത് തീപ്പൊരി അടുപ്പിച്ച് പ്രസംഗം അടുപ്പിച്ച് കൊണ്ട് 2 രോമം നീപ്പിച്ച് നിർത്താൻ മുന്നിലുള്ളവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും റുസ്തമോളിനി ബാക്കി ഫാമിലിനി അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് എനിക്കും പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, എൻജോയ് ചെയ്യുന്നവർ എൻജോയ് ചെയ്യട്ടെ. അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകണം താല്പര്യമുള്ളവർ കുറച്ച് എൻജോയ് ചെയ്തിട്ട് കുറച്ച് സെറ്റപ്പിൽ പോകും. അപ്പോഴേ നമുക്ക് ലൈഫിലൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും റുസ്തമോൾ ഈ കാര്യം കൊണ്ടും അല്ലെങ്കിൽ സമദ് സക്കാഫി ഈ കാര്യം കൊണ്ടും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ ടൈം. ഒരു ടൈം കഴിഞ്ഞ് ഇതൊക്കെ അതൊക്കെ പോയി ട്രെൻഡ് ഔട്ടായി, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് മുതലാക്കാൻ നടക്കുന്ന ഉസ്താദുമാരോടാണ് പറയാനുള്ളത്. എന്നെപ്പോലെ നിങ്ങൾ അരി മേടിക്കാനാന്നുള്ളത് അറിയാം, ബിസിനസ്സാണെന്നറിയാം. പിന്നെ നിങ്ങൾ ഇരുന്നു കൊണ്ട് അയ്യോ ഇത് അവർ ബുർദ ബിസിനസ് ആക്കി എന്ന് പറയും. നിങ്ങൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്.